അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ 1 ലക്ഷം ആൾക്കാർ കേട്ടെന്ന് വെച്ചു. അത് തിരുത്താൻ വേണ്ടി ഇപ്പം എക്സാമ്പിൾ തിരുത്താൻ വേണ്ടി ഇപ്പൊ ഞാൻ പോവാണെങ്കിൽ അത് കേൾക്കുന്നത് 1000 പേര് 2000 പേരെ കാണത്തുള്ളൂ. അപ്പൊ ഇവൻ വിജയ് 90,000 ആൾക്ക് 95,000 ആൾക്കാരെ വിചാരിച്ചിരിക്കുന്ന ഇവൻ പറയുന്നത് സത്യമാണെന്നാ. ഇതാണ് ഇവന്റെ മിടുക്ക്. ഇവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വായി തോന്നുന്ന എന്തെങ്കിലും ഒന്ന് പറയുക. അപ്പൊ അതെന്തായാലും ഏറി പോകുന്നറിയാം. അതിനകത്താണ് നീ പിടിച്ചു നിൽക്കുന്നത്. നീ ഈ പറഞ്ഞ പോലെ നിലപാടെന്ന് പറഞ്ഞ സാധനം 7 അയലത്തൂടെ പോവാത്ത ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന തൃക്കാക്കരയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്ന അഖിൽമാരാർ, അതായത് 100% സത്യങ്ങൾ മാത്രം പറയുന്ന അഖിൽമാരാർ, നിലപാടിന്റെ രാജാവ് എന്നൊക്കെ സ്വന്തം പറയുന്ന അഖിൽമാരാറിനെ കുറിച്ച് പറയാനാണ്. അവനിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വാക്കിന് വില ഉണ്ടോ എന്ന് ആദ്യം നോക്കുക. ഒന്നാമത് ഇവൻ ഫേമസ് ആയത് തന്നെ എന്താന്ന് ചോദിച്ചാൽ ഒരു ഡയലോഗിന്റെ പുറത്താണ്. ബിഗ് ബോസിനകത്ത് 5 മിനിറ്റ് പോലെ തികച്ച് കണ്ടിട്ടില്ല. അതിനെക്കാട്ടും നല്ലത് ഞാൻ ലുലു മോളി ഒന്ന് മുണ്ടു ഇല്ലാതെ നടന്നു കഴിഞ്ഞാൽ അത് ക്ലിക്കാവാൻ, ആ രീതിയിലുള്ള സംസാരത്തിനകത്താണ് ആള് കയറി വന്നത്. ആളിപ്പോ നിലപാടൊന്നും സാധനം പണ്ട് BJP കുറിച്ചൊക്കെ കുറെ വിമർശിച്ചാണ്. പുള്ളിക്കാരെന്ന് പറഞ്ഞാൽ വാക്കും കൊണ്ട് കുറെ ഇങ്ങനെ എന്ന് പറയുന്നതല്ലാതെ, ഇപ്പൊ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനും പുള്ളിക്കാരനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല അറിയാമെന്ന് വെച്ചോ, എക്സാമ്പിൾ ആണ് പറയുന്നത്, എനിക്ക് ആളെ അറിയാതെ പോട്ടെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഞാനും ഇയാളും തമ്മിലുണ്ട് വാക്കുകേട്ടുണ്ടായി. ഇയാൾ പറയുന്നപ്പോ ഇയാളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞാൽ ഇയാൾ ഉടനെ പറയുന്നത് എന്നെ വീട്ടിൽ കയറ്റത്തില്ല, എന്നെ കുറിച്ച് ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയും. കാര്യം ഇയാളുടെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഈ അഖിൽമാരാർ പറയുന്ന കാര്യങ്ങൾ 1 ലക്ഷം ആൾക്കാർ കേട്ടെന്ന് വെച്ചു. അത് തിരുത്താൻ വേണ്ടി ഇപ്പൊ ഞാൻ പോവാണെങ്കിൽ അത് കേൾക്കുന്നത് 1000 പേര് 2000 പേരെ കാണത്തുള്ളൂ. അപ്പൊ ഇവൻ വിജയ് 95,000 ആൾക്കാരെ വിചാരിച്ചിരിക്കുന്ന ഇവൻ പറയുന്നത് സത്യമാണെന്നാ. ഇതാണ് ഇവന്റെ മിടുക്ക്. അല്ലാതെ ഇവനെ കൊണ്ട് ഒരു തേങ്ങ ചെയ്യാൻ പറ്റത്തില്ല. ഇവൻ പൈസയ്ക്ക് വേണ്ടിയാ, പൈസയൊക്കെ അത് അവരുടെ പേഴ്സണൽ പൈസയ്ക്ക് വേണ്ടി. പക്ഷെ ഈ പറയുന്ന നിലപാടുണ്ടല്ലോ, അതായത് ഓരോരുത്തരെ കുറിച്ചിട്ട് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത്. ഇപ്പൊ തൊപ്പിയെ കുറിച്ച് ആൾക്ക് പറഞ്ഞുണ്ടാക്കിയ അവൻ PR വർക്കാണ് ചെയ്യുന്നതെന്ന്. അതേപോലെ തന്നെ ഷിയാസ് കരീമിനെ കുറിച്ച് പറഞ്ഞിട്ട് അവർ ഉമ്മ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാണ്. അപ്പൊ ഇയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇയാൾ പറയുന്ന കണ്ടന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് ഒരു വൈറലാവും. അതിന്റെ പേര് ഈ വായിത്തൊന്ന് എന്തും പറയാം. പിന്നെ അത് തിരുത്താൻ വരുമ്പോൾ കുറെ ടൈം എടുക്കും. ഇതൊക്കെയാണ് ഇവന്റെ ഒരു ബലം. അല്ലാതെ ഈ പറഞ്ഞ പോലെ നിലപാടെന്ന് പറഞ്ഞ സാധനം 7 അയലത്തൂടെ പോവാത്ത ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് അഖിൽമാരാറിനെ എന്ന് പറഞ്ഞാൽ നമ്മൾ പല വീഡിയോക്ക് ഇവനിക്കൊരു പറഞ്ഞ കുറെ ഫാൻസ് ബേസ് ഉണ്ട്. കാര്യം ഈ ബിഗ് ബോസ് കണ്ട ആൾക്കാരൊക്കെ ഇവനെ കണ്ടേക്കുന്ന 100% ഭയങ്കര സംഭവമായിട്ടാണ് കണ്ടേക്കുന്നത്. ബിഗ് ബോസ് കണ്ട ആൾക്കാരൊക്കെ എനിക്ക് എന്നെ വോട്ട് ചെയ്യും എന്നൊക്കെയുള്ള മണ്ടത്തരം. എക്സാമ്പിൾ ഇപ്പം ഈ ട്രംപ് പറയും ഞാനിവിടെ യുദ്ധം നിർത്തിയെന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് യുദ്ധം നിർത്തിയെന്ന് പറയുന്നതിന്റെ കൂട്ടത്തിൽ അവിടെ ബോംബ് കൊടുക്കും. അല്ലെ വാക്കിന് വ്യവസ്ഥ എന്ന് പറഞ്ഞ സാധനമില്ല. അതേപോലെയൊക്കെ ഏകദേശം അതൊരു ക്യാരക്ടർ ബേസ് നോക്കുകയാണെങ്കിൽ കുറെ ആൾക്കാർ ലോകത്തുണ്ട്. അതിൽ നമുക്ക് എടുത്തു പറയാൻ നമ്മുടെ നാട്ടിലുള്ള ഒരു ക്യാരക്ടർ ബേസ് ആണ് അഖിൽമാരാർ. നിലപാടെന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് പോലും അറിയത്തില്ല, എന്ത് പറയണമെന്ന് അറിയത്തില്ല. അയാൾ അപ്പം നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും ഉത്തരവാദിത്തം കൊണ്ടുവരും. എക്സാമ്പിൾ പറയുമ്പോൾ നമ്മളിപ്പോ അമ്പിളിയമ്മാവനെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ മിസ്റ്റർ അഖിൽമാരാർ എന്ന് പറഞ്ഞ പറയും. പിന്നെ എനിക്ക് പറ്റും, എന്റെ കുഞ്ഞമ്മയുടെ മോന് അവിടെ അമ്പിളിയമ്മാവന്റെ കച്ചവടമാണ്, മൂന്നിനെ കൊണ്ടുവന്ന് ബിസിനസ് ചെയ്യുന്നത്, ഞാൻ വേണമെങ്കിൽ നാളെ അറേഞ്ച് ചെയ്യാന്ന് പറയും. എന്ന് വെച്ചാൽ ആ വാക്കിനെ അപ്പൊ തന്നെ മറുപടി കൊടുത്തിട്ട് ഹിറ്റായ ആൾ. അല്ലാതെ ഇവനിക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ, അതില്ല. ഇപ്പൊ ഇന്ന് പറയുന്നതല്ല നാളെ. ഇപ്പൊ നാളെ എനിക്കെതിരെ എന്തെങ്കിലും അറ്റാക്ക് വരാം. അപ്പൊ ഇയാൾക്കെതിരെ ആര് സംസാരിച്ചു അതിൽ നിന്ന് കമന്റ് ഇട്ടാലും എന്തിട്ടാലും ഒന്നീ അവനെ പിടിച്ച് വർഗീയവാദിയാക്കും, അല്ലെങ്കിൽ ഇവനെ കുറിച്ച് എന്തറിയാം, അല്ലെങ്കിൽ എന്റെ ചരിത്രം പോലും അറിയത്തില്ല, അല്ലെങ്കിൽ പറയുന്ന ആൾക്കാർ ചരിത്രം പോലും അറിയാതെ തന്നെ ഇവൻ എന്തെങ്കിലുമൊക്കെ ഇരുന്നെന്ന് പറയും. ഈ വായിക്ക് വെളിവില്ലാതെ പറഞ്ഞ് അത് കേട്ടിട്ട് ആൾക്കാർ ഓരോ ചാനലുകൾ ഏറ്റെടുത്തിട്ട് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുവാണ്. ഇപ്പൊ ഈ ഉമാ തോമസിനെതിരെ തന്നെ അയാൾ ഫ്ലെക്സ് വെച്ചേക്കുന്നത്, അതേപോലെ ചരിഞ്ഞു നിൽക്കുന്നത്. ഇവൻ ചരിഞ്ഞല്ല, ഇവൻ കടന്നു നിന്നെന്ന് പറഞ്ഞാലും ഈ സാധനം ജയിക്കാൻ പോകുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കറിയാം, നമ്മളെ മലയാളികൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതാണ്. ഇവൻ പറഞ്ഞ കുറച്ച് മുന്നേ ഉള്ള കാര്യങ്ങൾ എടുത്തു നോക്കുമെങ്കിൽ ഇവനൊക്കെന്ന് പറഞ്ഞാൽ പറഞ്ഞ കാര്യങ്ങൾ അറിയത്ത പോലും ഇല്ല. ഇവനെ പേഴ്സണൽ കാര്യമാണ്. അവന് 2020 BJP എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ. പക്ഷെ ഈ നിലപാടില്ലാത്തവനെ 2020 നിർത്തിയതിനകത്താണ് എനിക്ക് മനസ്സിലാവാത്തത്. വേറെ ആരെങ്കിലും നിർത്തിയാൽ ഈ അഖിൽമാരാറിനെ കട്ടി കൂടുതൽ വോട്ടെങ്കിലും കിട്ടിയാനെ. ഈ നിലപാടില്ലാത്തവനെയൊക്കെ പിടിച്ച് നിർത്തി എന്നതിനൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പൊ BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇത് ഒരുമാതിരി വല്ലാത്ത പറച്ചിൽ. ഈ അഖിൽമാരാറിനെ പിടിച്ച് നിർത്തി NDAക്ക് വേറെ സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ 2020 വേറെ സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണോ എനിക്ക് തോന്നുന്നില്ല. കാര്യം എത്രയോ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇവനൊക്കെ 4 പേര് ഇങ്ങനെ വാക്കസർത്ത് കാണിച്ചെന്നും പറഞ്ഞ് ഇവൻ പബ്ലിക്കായിട്ട് ഇറങ്ങിയിട്ട് ഇവൻ കാണിക്കുന്ന പരിപാടിയോ അല്ലെ സംസാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കേട്ടാൽ മനസ്സിലാവും. അതുകൊണ്ട് അഖിൽമാരാറിന്റെ അടുത്തൊരു കാര്യം പറയുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും അവിടെ നീ 100% നീ കള്ളം പറഞ്ഞു.
100% പറഞ്ഞതിനകത്ത് ഞാൻ 100% കള്ള വലിയ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് ഒരു 5% ഒന്ന് എനിക്ക് നിന്റെ മനസാക്ഷിയോട് 5% ഒന്ന് ഉറച്ചു നിൽക്കുക. എന്തെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു കാര്യത്തിന് 5%, നീ 95 വിട്ടോ, നീ കള്ളം പറഞ്ഞു തട്ടിക്കോ ഡബിളൊക്കെ വെച്ചോ, ഒരു 5% നീ ജനങ്ങൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. അവൻ ഒരു 5% പറയുന്നുള്ളൂ. 95 നീ കള്ളവോ തള്ളിമറിക്കോ, അത് നിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വ്യൂസ് കൂട്ടാൻ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ. പക്ഷെ ഈ ഒരു 5% നിനക്ക് നിന്റെ മനസാക്ഷിയോട് ചോദിക്കുക, ഞാൻ പറയുന്നതിൽ എനിക്ക് തന്നെ നിലവാരമില്ല, മാറ്റി മാറ്റി പറയുന്നുണ്ടല്ലോ എന്ന് മനസ്സിലൊന്ന് ഉറങ്ങുമ്പോഴെങ്കിലും ഒരു 5 മിനിറ്റ് നീ ഒന്ന് മൈൻഡ് ആക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ കേട്ടാ. അല്ലാതെ വേറെ ഒന്നും പറയാം. ഇത് പറയണമെന്ന് കുറച്ച് നാളായിട്ട് ഞാൻ വിചാരിച്ച, പിന്നെ എങ്ങനെങ്കിലും ഇത് പറഞ്ഞ വൈറലായോ ഇല്ല, ഇത് മനസ്സിൽ കിടന്ന് ഇങ്ങനെ അങ്ങ് ഇരിക്കും. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുണ്ടെങ്കിൽ പറഞ്ഞ. ഇത് കുറെ നാളായി ഞാൻ തൊപ്പിയിട്ട് നീ ഇലക്ഷൻ നിൽക്കുന്നതിന് മുന്നേ തന്നെ പറയണമെന്ന് വിചാരിച്ച. ഈ നിലപാട് എന്ന് പറഞ്ഞ് നിന്റെ വർത്തമാനമൊക്കെ ആദ്യമൊക്കെ ഞാൻ അങ്ങ് കേൾക്കുമായിരുന്നു. പിന്നെ മനസ്സിലായി ഇവൻ പറയുന്നതിനകത്ത് യാതൊരു കഴമ്പുമില്ല. കാര്യം ചുമ്മാ ഇരുന്നിട്ട് നമ്മൾ ആ സ്പോട്ടിൽ തന്നെ മറുപടി എന്തെങ്കിലും, അതായത് അവനിക്ക് ആ ചോദ്യം ചോദിക്കുന്നവരുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വായി തോന്നുന്ന എന്തെങ്കിലും ഒന്ന് പറയുക. അപ്പൊ അതെന്തായാലും ഏറി പോകുന്നറിയാം. അതിനകത്താണ് നീ പിടിച്ചു നിൽക്കുന്നത്. നീ സത്യങ്ങൾ മനസ്സിലാക്കി നീ സംസാരിക്കാൻ നീ ശ്രമിക്കുക. മൊത്തം ശ്രമിക്കണം എന്ന് പറഞ്ഞത് ഒരു 5% ശ്രമിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ.